ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾക്കൊരു കൂൺ കറി ഉണ്ടാക്കി നോക്കിയാലോ. നല്ല ടേസ്റ്റി ആയിട്ട് നാടൻ രീതിയിൽ എങ്ങനെ കൂൺ കറി ഉണ്ടാക്കുന്നത് നോക്കാം. ഞങ്ങൾക്ക് കുറച്ച് കൂൺ കിട്ടിയിട്ടുണ്ട്, അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടെ കാണിക്കാമെന്ന്. അപ്പോൾ നല്ല ഫ്രഷ് കൂനാണ്, വിരിഞ്ഞിട്ടില്ല, മൂട്ടായിട്ടിരിക്കുന്ന നല്ല കൂന്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കട്ടെ. കൂൺ ക്ലീൻ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ മേലൊരു ബ്ലാക്ക് സ്കിൻ പോലെയൊക്കെ ഉണ്ടാവും, അതൊക്കെ ഒന്ന് എടുത്ത് കളഞ്ഞിട്ട് വേണം ക്ലീൻ ചെയ്യാൻ. നമുക്കിതൊക്കെ ഒന്ന് ചെറിയ പീസാക്കി എടുക്കാം. ഒക്കെ എടുത്തിട്ടുണ്ട്, ചെറിയ പീസാക്കിയിട്ട് ഇനി അതിലേക്ക് ഒരു ലൈറ്റ് ചൂടുവെള്ളവും കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ട് കുറച്ച് നേരം ഒന്ന് വയ്ക്കണം, വെള്ളത്തിലിട്ട് വയ്ക്കാം. വീണ്ടും അഴുക്കൊക്കെ ഉള്ളതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടാണ്. ഇതൊക്കെ ഒരു സീസണിൽ മാത്രം കിട്ടുന്ന സാധനങ്ങളാണ്, എല്ലാ വർഷമൊന്നും കിട്ടില്ല, ചില സമയത്ത് മാത്രം. പിന്നെ അതിലേക്ക് വേണ്ടിയിട്ട് കുറച്ച് 5-10 ചെറിയുള്ളിയും ഒരു സവാള എടുത്തിട്ടുണ്ട്. സവാള ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചെറുള്ളി മാത്രം എടുത്താലും മതി. പിന്നെ എരിവിന് വേണ്ടിയിട്ട് കുരുമുളകാണ് എടുത്തിറക്കുന്നത്, കുറച്ച് കൂടുതൽ കുരുമുളക് എടുത്തിട്ടുണ്ട്. കുരുമുളകിൻ്റെ ടേസ്റ്റാണിത് കൂടുതൽ വേണ്ടത്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായി മുറിച്ചെടുക്കാം. സവാളയും ചെറിയുള്ളിയെല്ലാം ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കണം. പിന്നെ നമ്മളുടെ കുരുമുളകൊന്ന് അരച്ചെടുക്കണം. കുരുമുളക് അരയ്ക്കുമ്പോൾ കുരുമുളക് ആദ്യം ഒന്ന് ജസ്റ്റ് പൊടിച്ചതിന് ശേഷം അതിലേക്ക് 3-4 ചെറിയുള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. പിന്നെ നമുക്കൊരു ചീനച്ചട്ടി വെച്ച് ഒന്ന് ചൂടായി തുടങ്ങുമ്പോൾ അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണയൊക്കെ ചൂടാകുമ്പോൾ കടുകും വറ്റൽമുളകും കൂടിയിട്ട് പൊട്ടിച്ചെടുക്കാം. അതൊക്കെ പൊട്ടിത്തുടങ്ങുമ്പോൾ നമ്മൾ മുറിച്ച് വെച്ച സവാള ചേർക്കാം. സവാളയും ചെറിയുള്ളിയും രണ്ടും ചേർക്കുന്നുണ്ട്. അതിലേക്ക് ചേർത്തിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കാം. എണ്ണയിൽ കിടന്നിട്ട് ചെറിയുള്ളിയൊക്കെ ഇങ്ങനെ വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ല സ്മെല്ലാണ്. ചെറിയുള്ളിയിൽ കറി വയ്ക്കുമ്പോഴല്ലേ നല്ല ടേസ്റ്റ് ഉള്ളത്. പ്രത്യേകിച്ച് നാടൻ കറികളൊക്കെ വയ്ക്കുമ്പോൾ ചെറിയുള്ളി ഇട്ട് വയ്ക്കുന്നതാണ് അടിപൊളി ടേസ്റ്റ്. പിന്നെ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായി ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെയൊക്കെ പച്ചമണമൊന്ന് മാറാൻ വേണ്ടിയിട്ട് 1-2 മിനിറ്റ് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. പിന്നെ അതിലേക്ക് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ച കൂണിടാം. കൂണൊക്കെ ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കാം. മസാലയെല്ലാം ഈ കൂണിൽ പിടിക്കാനായിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം. നന്നായി ഞാനൊരു കാര്യം വിട്ടുപോയി ഇതിൽ ചേർക്കേണ്ടത്. നമ്മൾ അരച്ച് വെച്ച കുരുമുളകും ഉള്ളിയും കൂടെ അതും കൂടെ ചേർത്തിട്ട് വേണം മിക്സ് ചെയ്യാൻ. കുരുമുളകും ഉള്ളിയും എല്ലാം ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് വെള്ളവും കൂടെ ഒഴിച്ച് ഇളക്കിയിട്ട് അടച്ച് വയ്ക്കാം. ഈ അടച്ച് വയ്ക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കണം, അല്ലെങ്കിൽ കൂൺ പെട്ടെന്ന് അടി പിടിച്ച് പോവേ. അപ്പം ഞാനിങ്ങനെ 3-4 പ്രാവശ്യമൊക്കെ തുറന്ന് ഇളക്കിയിട്ടുണ്ട്. അപ്പോൾ ഏകദേശം വെള്ളമൊക്കെ ഒരുവിധം വറ്റിപ്പോയി. ഇനി നമുക്ക് കുറച്ചും കൂടെ നേരം വെച്ചിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ലപോലെ വെള്ളമൊക്കെ വറ്റി നന്നായി വഴറ്റി കിട്ടിയിട്ടുണ്ട്. നല്ല രസമല്ലേ കാണാൻ, നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റുമാണ് ഇത് കഴിക്കാൻ. ചോറിനോ ചപ്പാത്തിക്കോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ അടിപൊളി ടേസ്റ്റാണ്. അപ്പം വെള്ളമൊക്കെ നന്നായിട്ട് ഡ്രൈ ആകുന്ന വരെ വെച്ചാൽ നമ്മുടെ കൂൺ കറി, ടേസ്റ്റിയായ കൂൺ കറി റെഡിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക്